ഹായ് ഗുഡ് മോർണിംഗ്. ആന്ധ്രാപ്രദേശ് നഴ്സിംഗ് രജിസ്ട്രേഷൻ ഓൺലൈനിൽ എങ്ങനെയാണ് റിന്യൂ ചെയ്യുന്നത് എന്ന് നോക്കാം. സൈറ്റ് ഓപ്പൺ ചെയ്യുക. ആന്ധ്രാപ്രദേശ് നഴ്സിംഗ് കൗൺസിൽ, അവിടുന്ന് അപ്ലൈ ഫോർ റിന്യൂവൽ, അതിനുള്ളിൽ GNM റിന്യൂവൽ, അവിടെ രജിസ്ട്രേഷൻ കൊടുക്കുക. ഇയർ ഓഫ് രജിസ്ട്രേഷൻ, സബ്മിറ്റ്. ഇനി ഒരു ഫോം വരും, റിന്യൂവൽ ഫോം. അതിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട സ്ഥാനത്തൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുക. ഇനി ഉള്ളതാണ് ഇമ്പോർട്ടൻ്റ്, രജിസ്ട്രേഷൻ നമ്പേഴ്സ്. ഇതിനു മുന്നേ രജിസ്റ്റർ ചെയ്തിരുന്ന നമ്പേഴ്സ് ഇവിടെ കാണിക്കും, അതിൻ്റെ എക്സ്പയറി ഡേറ്റും കാണിക്കും. അതിനുശേഷം വെദർ പ്രീവിയസ്ലി റിന്യൂഡ് ഓർ നോട്ട്, ഇതിനു മുന്നേ ഓൺലൈനിൽ നമ്മൾ റിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അതിനുശേഷം റിന്യൂവൽ റെസിപ്റ്റ് നമ്പർ, ലാസ്റ്റ് ടൈമിൽ റിന്യൂ ചെയ്തപ്പോൾ കിട്ടിയ റെസിപ്റ്റിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം റിന്യൂവൽ വാലിഡിറ്റി, ഇതുവരെ വാലിഡിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിനുശേഷം പ്രീവിയസ് റിന്യൂവൽ സ്ലിപ്പ്, ആ സ്ലിപ്പ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സൈസ് 100 KB താഴെ ആയിരിക്കണം. JPG, PNG ഒക്കെ ഫോർമാറ്റിലായിരിക്കണം. അതിനുശേഷം കാറ്റഗറി സെയിം, അഡീഷണൽ ഇൻഫർമേഷൻ. GNM fee 250 rupees. Fine per year 100 രൂപ. Then submit. നെക്സ്റ്റ് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആവും, അക്നോളജ്മെന്റ് റെസിപ്റ്റ് ഫോർ GNM റിന്യൂവൽ. ഈ പേജ് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക. അതോടൊപ്പം ഈ നമ്പർ, റെസിപ്റ്റ് നമ്പർ നോട്ട് ചെയ്യുക, അത് എൻ്റർ ചെയ്യേണ്ടി വരും നെക്സ്റ്റ് വിൻഡോയിൽ. പേ ഓൺലൈൻ, ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ URL ക്ലിക്ക് ചെയ്യണം. Proceed. State of corporate or institution, Andhra Pradesh. Type of corporate or institution, education institution. Then go. Then education institution name. ആന്ധ്രാപ്രദേശ് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ, ഈ പേര് കൊടുക്കണം. സബ്മിറ്റ്. സെലക്ട് പേയ്മെന്റ് കാറ്റഗറി, receipt number.
തിരിച്ച് അപ്ഡേറ്റ് ചെയ്യുക, അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ക്രോസ് ചെക്ക് കറക്റ്റ് ആണെന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, ശേഷം സബ്മിറ്റ്.